ഇന്ന് വീഡിയോ എന്തിടുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേനാണ് ഞാനിങ്ങനെ മുറ്റത്ത് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ സാലിമയുടെ പേരയിൽ പേരയ്ക്ക കിടക്കുന്നുണ്ട്. അപ്പം 2-3 ദിവസമായിട്ട് ഞാനിങ്ങനെ നോക്കി വെച്ചിരിക്കുമായിരുന്നു അവനൊന്ന് പഴുക്കാൻ വേണ്ടി. അപ്പം ഞാൻ ദാ മാളുക്കുട്ടൻ്റെ ചെരുപ്പാട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പം ഈ ചെരുപ്പമൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ പോകുന്നത് പേരയ്ക്ക പറിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേരയ്ക്ക ഇങ്ങനെ കടിച്ച് മുറിച്ച് തിന്നുന്നത്. അപ്പം ദാ ഈ പേരമരം എന്ന് പറയുന്നത് ഒത്തിരി കിളികൾക്ക് അഭയമായിട്ടുള്ള ഒരു പേരമരമാണ്. അതുകൊണ്ട് തന്നെയാണ് സാലിമ അത് വെട്ടാതെ നിർത്തിയിരിക്കുന്നതെന്ന് ഇന്നാളൊരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ദാ ഇവനെയാണ് ഞാൻ കണ്ണ് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അത് ദാ ഇവനെയാണ്. അപ്പം ഇവനെ ഇനി പറിക്കുന്ന ഒരു ചടങ്ങാണ് അപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് പറിക്കാൻ നല്ല എളുപ്പമാണ്, പക്ഷേ ഇച്ചിരി പാടായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച കമ്പിലല്ലായിരുന്നു അവനുണ്ടായിരുന്നത്. അപ്പം ദാ ഞാൻ അവനെ പറിക്കുവാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഒരുപാടെണ്ണം നിൽപ്പുണ്ട്, പക്ഷേ ഇവനെയാണ് ഞാൻ ആദ്യം പറിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ ഒരു സൈഡിലായിട്ട് നിന്ന ഒരു ചെറിയ ഒരു പഴുത്ത പേരയ്ക്കയും കൂടെ ഞാൻ പറിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്ന് പറിച്ച് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേനും കട്ട് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. പക്ഷേ കണ്ടപ്പോഴത്തേനും കൊണ്ടുപോകാൻ തോന്നിയില്ല, കഴിക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതെല്ലാം പറിച്ചിട്ട് ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കും ഇനി വേറെ വല്ലതും ഉണ്ട്. പക്ഷെ അതിനകത്തുണ്ടായിരുന്നു, നമുക്ക് കൈ എത്തുന്ന വിധത്തിലല്ലാത്തതുകൊണ്ട് ഞാനത് വിട്ടു. പിന്നെ ഇങ്ങനെ ചൊറിഞ്ഞും മാന്തിയും നിൽക്കുക കേട്ടോ. നല്ല നീളമുണ്ടായിരുന്നു. അപ്പം ഇനി ആ മരത്തെ കിടക്കുന്നവരൊക്കെ അവിടെ നിർത്തി ഞാൻ എനിക്ക് കിട്ടിയ 2 എണ്ണം നിങ്ങളെ കാണിച്ച് ഫോണും എടുത്തുകൊണ്ട് നടന്ന് വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത്. ഇനി ഇവിടെ നമുക്ക് ഭക്ഷിക്കണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ആട്ടോ. ഈ പേരയ്ക്ക ഒരുപാട് കോമ്പിനേഷനിൽ കഴിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കിതിങ്ങനെ കടിച്ച് മുറിച്ച് തിന്നാൻ വേണ്ടിയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ആ ചെറുതാണ് തിന്നുന്നത് കേട്ടോ. അടിപൊളിയാണ്, നല്ല മധുരം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളച്ചോവയായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷേ വെള്ളച്ചോവയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നേ. അപ്പം എന്താ നമ്മുടെ ചെടികളുടെ ഒക്കെ ഇടയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിതിങ്ങനെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വേറൊരു കൂട്ടം കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വെച്ചത്. നമ്മുടെ ഈ പേരയിൽ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരാളും കൂടി ഉണ്ട്. അതാണ് ഇത് പാഷൻ ഫ്രൂട്ട്, അതിൻ്റെ പൂക്കളാണ്. അപ്പോൾ സലിമ പറയുന്നുണ്ടായിരുന്നു കായ ഉണ്ടാകുന്നില്ല, പൂവ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ കൊഴിഞ്ഞും പോകുന്നുണ്ടെന്ന്. ചിലപ്പോൾ സീസണായി കാണുമല്ലായിരിക്കും, ഉണ്ടാവാറായിട്ടുണ്ടാവില്ല. എങ്കിൽ കൂടിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.